നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുഎഇയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാര കപ്പലുകൾ. സലാലയിൽ മുക്സേൽ കടൽപ്പാലം വരുന്നു, അതിവേഗ യാത്ര. സാംകുട്ടിക്ക് കേളി യാത്രയയപ്പ് നൽകി. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കാൻ ദുബായ് പോലീസ് ഡ്രോൺ യൂണിറ്റ് കൂട്ടും, സ്വകാര്യത ലംഘിക്കാതെ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പങ്കാളിയായി ഖത്തർ എയർവേസ്. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന് സൗദി. അപകടത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടകര സ്വദേശി നാട്ടിലേക്ക് മടങ്ങി. യുഎഇയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാര കപ്പലുകൾ. പുതിയ സീസണിൽ സമുദ്രസഞ്ചാരികളെ വരവേൽക്കാൻ ഒരുങ്ങി അബുദാബി. ആഗോള രാജ്യങ്ങളിൽ നിന്നുള്ള കൂടുതൽ കപ്പലുകൾ വരും ദിവസങ്ങളിൽ അബുദാബിയിലെത്തുമെന്ന് അബുദാബി സാംസ്കാരിക വിനോദസഞ്ചാര വകുപ്പ് അറിയിച്ചു. അബുദാബി ക്രൂസ് ടെർമിനലിൽ നിന്നും തന്നെ സഞ്ചാരികൾക്ക് രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കും. പുതുതായി ഏർപ്പെടുത്തിയ ക്രൂ പാസ് ഉപയോഗിച്ച് കപ്പൽ ജീവനക്കാർക്കും അബുദാബി ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാമെന്ന് DCT വിശദീകരിച്ചു. ഈ പാസ് ഉപയോഗിക്കുന്നവർക്ക് ഭക്ഷണ പാനീയം ഉൾപ്പെടെ വാങ്ങുന്നതിന് ഇളവുണ്ടെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. സലാലയിൽ മുക്സേൽ കടൽപ്പാലം വരുന്നു, അതിവേഗ യാത്ര. സലാല നഗരത്തെയും ദോഫാർ ഗവർണറേറ്റിലെ പടിഞ്ഞാറൻ വിലായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പുതിയ കടൽപ്പാലം നിർമ്മിക്കാൻ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം. പദ്ധതിക്കായി വകുപ്പ് മന്ത്രി എഞ്ചിനീയർ സയ്യിദ് ബിൻ ഹമൂദ് അൽ മവ്ലിയും AIZ എഞ്ചിനീയേഴ്സ് പ്രതിനിധി സയ്യിദ് അസറും തമ്മിലാണ് കരാർ ഒപ്പുവെച്ചത്. ദൽഖൂദ്, റഖ്യൂദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് സലാലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരം എളുപ്പമാക്കുന്നതാകും പുതിയ മുക്സേൽ പാലം പദ്ധതി. അയൽ രാഷ്ട്രമായ യമനുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിലേക്കും അതിവേഗ യാത്ര സാധ്യമാകും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, സലാല. സാംകുട്ടിക്ക് കേളി യാത്രയയപ്പ് നൽകി. കേളി കലാ സാംസ്കാരിക വേദി മലാസ് ഏരിയ മലാസ് യൂണിറ്റ് അംഗം സാംകുട്ടിക്ക് യാത്രയയപ്പ് നൽകി. 2 പതിറ്റാണ്ടായി റിയാദിൽ IT മേഖലയിൽ ജോലി ചെയ്തു വന്നിരുന്ന സാംകുട്ടി എറണാകുളം സ്വദേശിയാണ്. അനുഗ്രഹീത കലാകാരനും കേളിയുടെ കലാ സാംസ്കാരിക പരിപാടികളിലെ നിറസാന്നിധ്യവുമായിരുന്നു സാംകുട്ടി. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ബ്രനീസ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മലാസ് ഏരിയ പ്രസിഡന്റ് മുകുന്ദൻ, രക്ഷാധികാരി സമിതി അംഗങ്ങളായ അഷ്റഫ് കണ്ണൂർ, അൻവർ, EK രാജീവ്, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അജ്മൽ, ജോയിന്റ് ട്രഷറർ ഉനൈസ് ഖാൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ TB നൌഷാദ്, മഹേഷ്, സുഹൈബ് ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കാൻ ദുബായ് പോലീസ് ഡ്രോൺ യൂണിറ്റ് കൂട്ടും, സ്വകാര്യത ലംഘിക്കാതെ. പൊതുസുരക്ഷ വർദ്ധിപ്പിക്കാനും അടിയന്തര പ്രതികരണ സമയം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് വർഷാവസാനത്തോടെ ഡ്രോൺ യൂണിറ്റുകൾ 8 ഉയർത്തുമെന്ന് ദുബായ് പോലീസ്. താമസക്കാരുടെ സ്വകാര്യത ലംഘിക്കാത്ത വിധത്തിലാകും പ്രവർത്തനങ്ങൾ. അടിയന്തര സാഹചര്യങ്ങളിൽ ലക്ഷ്യത്തിലേക്ക് കുതിച്ച് പ്രാഥമിക വിവരങ്ങൾ അധികൃതർക്ക് കൈമാറുന്നതാണ് ഡ്രോൺ ബോക്സ് സിസ്റ്റം. 2021 UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പരിചയപ്പെടുത്തിയ ഡ്രോൺ ബോക്സിന്റെ വിജയത്തെ തുടർന്നാണ് കൂടുതൽ ഡ്രോണുകൾ സേവനത്തിന് ഇറക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പങ്കാളിയായി ഖത്തർ എയർവേസ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ വമ്പന്മാർ മാറ്റുരയ്ക്കുന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഔദ്യോഗിക എയർലൈൻ പങ്കാളിയായി ഖത്തർ എയർവേസ്. 2030 വരെ നീളുന്ന സീസണിന്റെ കരാറിലാണ് യുവേഫയും ഖത്തർ എയർവേസും ഒപ്പുവെച്ചത്. യൂറോപ്പുമായി ഖത്തർ എയർവേസിന് വിശാല ബന്ധം ദൃഢമാക്കുന്നതിനൊപ്പം തങ്ങളുടെ മികവും കാഴ്ചപ്പാടും ആഘോഷിക്കുക കൂടിയാണ് പുതിയ കരാറെന്ന് ഖത്തർ എയർവേസ് CEO ബദർ മുഹമ്മദ് അൽമീർ പറഞ്ഞു. ഈ പങ്കാളിത്തം യൂറോപ്പിലെ വിവിധ മേഖലകളിലേക്ക് ഖത്തർ എയർവേസിന് പ്രചാരം സാധ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദോഹ. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധമില്ലെന്ന് സൗദി. ജെറുസലം തലസ്ഥാനമായി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ ഇസ്രയേലുമായി സൗദി നയതന്ത്ര ബന്ധം സ്ഥാപിക്കില്ലെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ റിയാദിൽ നടന്ന ഷൂറ കൗൺസിൽ വാർഷിക സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സൗദിയുടെ ആശങ്കകളിൽ പ്രധാനപ്പെട്ടത് പലസ്തീൻ പ്രശ്നമാണെന്നും ആഭ്യന്തര വിദേശ നയങ്ങൾ വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞു. പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ അധിനിവേശ കുറ്റകൃത്യങ്ങളെ ശക്തമായി അപലപിക്കുകയും ചെയ്തു. പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും ഇത് യാഥാർത്ഥ്യമാകാതെ ഇസ്രയേലുമായി
ബന്ധം സ്ഥാപിക്കില്ലെന്നും വ്യക്തമാക്കി. പലസ്തീന് രാഷ്ട്രത്തെ അംഗീകരിച്ച മറ്റു രാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ചു. നയതന്ത്ര പരിഹാരങ്ങളിലൂടെ പ്രാദേശിക രാജ്യാന്തര സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് സൗദി അറേബ്യ ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടകര സ്വദേശി നാട്ടിലേക്ക് മടങ്ങി. നിസ്വയിൽ തൊഴിലിടത്തിലുണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വടകര സ്വദേശി മോഹനൻ നാട്ടിലേക്ക് മടങ്ങി. നിസ്വയിൽ അൽഹംറയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് മോഹന് തലയ്ക്ക് സാരമായി പരിക്കേറ്റത്. ജോലിക്കിടയിൽ വഴുതി വീഴുകയായിരുന്നു. ഒരാഴ്ചയോളം നിസ്വ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കറ്റ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.